പൂക്കട്ടയും കയ്യിലേന്തി വരിവരിയായി പൂപ്പറിക്കാൻ പോയ ഒരു കുട്ടിക്കാലം ഇപ്പോഴുള്ള തലമുറയ്ക്ക് അന്യമാണ്. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം പ്ലാസ്റ്റിക് കൊട്ടകൾ അത് കൈയടക്കി കഴിഞ്ഞു. ആ ഓർമ്മകളെ ചേർത്തുവെക്കാൻ പൂക്കട്ടം മെടഞ്ഞെടുക്കുകയാണ് നാടൻപാട്ട് കലാകാരൻ നാണുവും കുടുംബവും. കൈതോല കൊണ്ടുള്ള പൂക്കട്ടകൾ ഇവിടെ പുനർജനിക്കുമ്പോൾ ഓണം ഒരിക്കൽ കൂടി ഗതകാല സ്മൃതികൾ ഉണർത്തും. ഓണത്തിന് മലപ്പുറത്തേക്ക് ഒരു വിദ്യാലയത്തിൽ വേണ്ടി 500 പൂക്കൊട്ടകൾ വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് നാണു പൂക്കൊട്ടകൾ നിർമ്മിക്കാൻ വീണ്ടും തുടങ്ങിയത്. നാട്ടിൽ പനയോല വേണ്ടത്ര കിട്ടാനില്ലാത്തതിനാൽ കൈതോല ഉപയോഗിച്ചാണ് പൂക്കൊട്ടയുടെ നിർമ്മാണം. കൈതോല ശേഖരിച്ച് മുള്ളു നീക്കി നന്നായി ഉണക്കിയെടുക്കും. ഇവ ചെറുകണ്ണികളാക്കി ഇഴ ചേർത്താണ് പൂക്കൊട്ടയുടെ നിർമ്മാണം. ആവശ്യക്കാരുടെ അഭിരുചിക്കനുസരിച്ച് വിവിധ വലുപ്പത്തിലും ആകൃതിയിലും അവ നിർമ്മിക്കാം. കൈത ചില പ്രദേശങ്ങൾ തഴ എന്ന് പറയുന്ന കൈതോല വെട്ടി വെയിലത്തിട്ട് ഉണക്കി അത് സംസ്കരിച്ച് വീട്ടിൽ സൂക്ഷിച്ചിട്ടാണ് കർക്കിടക മാസത്തിലൊക്കെ പഴയതായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ കൈതോല കൊണ്ടുണ്ടാക്കുന്നത്. എന്നാൽ ഓണം ആകുമ്പോഴത്തേക്കും നാളുകളാകുമ്പോഴത്തേക്കും പൂക്കൊട്ട എന്ന് പറയുന്ന പൂപ്പറിക്കാനുള്ള കൊട്ട നിർമ്മിക്കുക എന്ന് പറയുന്നത് പഴയ കാലത്തുണ്ടായിരുന്നു. നാണു പൂക്കൊട്ട നിർമ്മിക്കുന്നതറിഞ്ഞ് ആവശ്യക്കാർ പലരും വീട്ടിലെത്തി. 1 മണിക്കൂറിലേറെ സമയമെടുക്കും ഒരു പൂക്കൊട്ട നിർമ്മിക്കാൻ. നല്ല ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ ഇഴ തെറ്റും. പിന്നീട് അഴിച്ചു പണിയുകയല്ലാതെ മറ്റ് മാർഗങ്ങളുമില്ല. ഫോക്ലോർ അവാർഡ് ജേതാക്കളാണ് പാട്ടുപുര നാണുവും അമ്മ കല്യാണിയും. വിവിധ സമുദായങ്ങളുടെ ആചാരങ്ങളും പാട്ടുകളും തേടിപ്പിടിച്ച് പ്രചരിപ്പിക്കുന്ന കലാകാരൻ കൂടിയാണ് നാണു. കലയെ ചേർത്തുവെക്കുന്നതിനൊപ്പം പഴയകാല അടയാളപ്പെടുത്തലുകളെയും ഹൃദയത്തോട് ചേർത്തുവെക്കുകയാണ് ആ മനുഷ്യൻ. കൈരളി ന്യൂസ്, കോഴിക്കോട്.